അവശതകൾ കാരണം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കർദിനാൾ ഹോർഹെ മരിയോ ബെർഗോളി ഇന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കർദിനാളായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നത് 2001 ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു പ്രായം. പലപ്പോഴും ശാരീരിക അവശതകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പക്ഷേ യാത്രകൾക്ക് അദ്ദേഹം ഏറെ സമയം ചെലവഴിച്ചിരുന്നു. ലോക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് അശരണർക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രയത്നത്തിലൂടെ അദ്ദേഹം ഏറെ ശ്രദ്ധേയനായി മാറുകയും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വത്തിക്കാൻ ന്യൂസ് ഔദ്യോഗികമായിട്ട് ഈ വിവരം അറിയിച്ചിരിക്കുകയാണ്. ഈസ്റ്റർ മൺഡേയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ലളിത ജീവിതം നയിച്ചു വന്നിരുന്നു അദ്ദേഹം. ആഡംബര വാഹനം ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ. ഭക്ഷണം സ്വയം പാചകം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ രീതികൾ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പാപ്പയായതിനു ശേഷവും അദ്ദേഹം ലളിത ജീവിതമാണ് നയിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ ഓരോ സന്ദേശങ്ങളും അത് ലോകമെങ്ങുമുള്ള ജനതയും അതുപോലെ തന്നെ ലോക നേതാക്കളും അത് താല്പര്യത്തോടെ കൂടി തന്നെയാണ് ശ്രമിച്ചിരുന്നത്. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ അദ്ദേഹത്തിന്റെ ജനനം. ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപഴകിയും അതുപോലെ തന്നെ അവരുടെ ദൈന്യതകൾ കണ്ടറിഞ്ഞും ഉള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകത അദ്ദേഹം പാപ്പയായി ചുമതലയേറ്റതിനു ശേഷവും തുടർന്നു. എല്ലായ്പ്പോഴും ശാന്തനും അതുപോലെ തന്നെ വിനയാന്വിതനുമായിരുന്നു അദ്ദേഹം എന്നുള്ള പ്രത്യേകതയും ഉണ്ടായിരുന്നു. അണുബാധയെ തുടർന്ന് ശ്വാസകോശങ്ങളിൽ ഒന്ന് നീക്കം ചെയ്തതിനാൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ കാലത്തിൽ തന്നെ അദ്ദേഹത്തിന് ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു. വൈദിക പട്ടം ഏറ്റെടുക്കുന്നത് പോലും താമസിച്ചായിരുന്നു. 32 വയസ്സിലാണ് അദ്ദേഹം വൈദികനായി അവരോധിക്കപ്പെടുന്നത്. പുരോഹിത പദവിയിലേക്ക് എത്തിയത് വൈകിയാണെങ്കിലും പെട്ടെന്ന് തന്നെ അദ്ദേഹം ജെസ്യൂട്ട് സഭയുടെ, അത് അർജന്റീനയിലെ ജെസ്യൂട്ട് സഭയുടെ പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 1973 മുതൽ 79 വരെ പ്രൊവിൻഷ്യൽ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് ബെർഗോളി. 1992 ബ്യൂണസ് ഐറസിലെ സഹായമെത്രാനും 98 അദ്ദേഹം ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2001 അന്നത്തെ മാർപ്പാപ്പയായ ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തെ കർദിനാളായി അവരോധിച്ചത്. അതിനുശേഷം 2013 അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. യൂറോപ്പിന് പുറത്തു നിന്നുള്ള മാർപ്പാപ്പ എന്നുള്ള പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വലിയ ഇടയനാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. 88 വയസ്സിൽ പോപ്പ് ഫ്രാൻസിസ് നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായിരിക്കുകയാണ്. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 12 വർഷമാണ് അദ്ദേഹം പാപ്പയായി തന്റെ ചുമതല നിർവഹിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പ പദവിയിൽ അദ്ദേഹം 12 വർഷം പൂർത്തിയാക്കിയത്. 2013 മാർച്ച് 13 അദ്ദേഹം പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് 16 ആരോഗ്യ കാരണങ്ങളാൽ സ്ഥാനമൊഴിഞ്ഞതോടുകൂടിയാണ് 266 മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ അവരോധിക്കപ്പെടുന്നത്. 1272 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ചരിത്ര നിയോഗം. അതായത് യൂറോപ്പിന് പുറത്തു നിന്നുള്ള ഒരു കർദിനാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള പ്രത്യേകതയും ഫ്രാൻസിസ് പാപ്പയുടെ ഈ വരവിനുണ്ടായിരുന്നു. കാർത്തിക് ചേരുന്നു. കാർത്തിക്, മറ്റു വിവരങ്ങൾ വത്തിക്കാനിൽ നിന്ന് വരുന്നുണ്ടോ? അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്ന ഘട്ടത്തിലായിരുന്നല്ലോ ഈ വിയോഗം. തീർച്ചയായിട്ടും മഞ്ജുഷ, വളരെ ചുരുക്കം വരികളിലാണ് പോപ്പിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ വത്തിക്കാൻ ന്യൂസ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം 7:35 സംഭവിച്ചു. അദ്ദേഹം സാന്താ മാർട്ടയിലായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത് എന്ന് മാത്രമാണ് അതിലെ വിശദാംശങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം. 7:35 ഇറ്റാലിയൻ സമയം, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 1:30 അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്.
അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും അപ്പുറം ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ ഒരു വെളിപാട് പുസ്തകത്തിൻ്റെ പേര് കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതാണ് ഏറെ ശ്രദ്ധേയം. 21 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് പൾമണറി ഇൻഫെക്ഷൻ മൂലം അദ്ദേഹത്തിൻ്റെ ഇരു ശ്വാസകോശങ്ങളിലും ചെറിയ ഭാഗങ്ങൾ, അതായത് അതിന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗത്തും നീക്കം ചെയ്തത്. അതുകൊണ്ടാണ് ശൈത്യകാലത്ത് അദ്ദേഹത്തിന് ബ്രോങ്കൈറ്റിസ് പതിവായി വരാറുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 38 ദിവസം അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു. പക്ഷേ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് രോഗം പോയെങ്കിലും അതിലെല്ലാം നിന്ന് അദ്ദേഹം തിരിച്ചു വന്നത് വലിയ ആവേശത്തോടെയാണ് വിശ്വാസികൾ കണ്ടത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ നമുക്ക് ഓരോ ദിവസവും ആശുപത്രിക്ക് മുന്നിൽ കാണാമായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ലോകമെമ്പാടും പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോഴും വലിയൊരു മടങ്ങിവരവാണ് അദ്ദേഹം നടത്തിയത്. ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശം നൽകുമോ എന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടിയിരുന്നു. എന്നിട്ടും ഈ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം 3-ലധികം തവണ അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ 10,000-കണക്കിന് വിശ്വാസികളാണ് റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നത്. അവരെ എല്ലാം അഭിസംബോധന ചെയ്തത് ഒറ്റ വാക്കിലായിരുന്നു: ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹാപ്പി ഈസ്റ്റർ എന്ന ഒറ്റ വരിയിൽ അദ്ദേഹം ഇന്നലെ ആശംസ അവസാനിപ്പിച്ച് അദ്ദേഹം ചുമതലപ്പെടുത്തിയ കർദിനാളിനോട് തൻ്റെ സന്ദേശം വായിക്കാൻ പറയുകയും ചെയ്തു. ആ സന്ദേശവും സമകാലിക പ്രസക്തിയുള്ള സന്ദേശം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം കലുഷിതമായ യുദ്ധങ്ങളുടെ അന്തരീക്ഷത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ട ഒരു പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഈസ്റ്റർ സന്ദേശത്തിലും ഇക്കാര്യമാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇറ്റലിയിൽ റെയിൽവേ ജീവനക്കാരൻ്റെ 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17-നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ അദ്ദേഹത്തിൻ്റെ ജനനം. 1969 ഡിസംബർ 13-ന് അദ്ദേഹം ജസ്യൂട്ട് വൈദികനായി തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. 98-ൽ ബ്യൂണസ് ഐറിസിൻ്റെ ആർച്ച് ബിഷപ്പായി. 2001-ൽ കർദിനാളായി. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ തന്നെ ഔദ്യോഗിക വസതി ഒഴിവാക്കി നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം താമസിച്ചത്. അത്തരത്തിൽ സാധാരണഗതിയിൽ മാർപ്പാപ്പമാർ സ്വീകരിച്ചു വരുന്ന എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ശ്രദ്ധേയനായിരുന്നു തുടക്കം മുതൽ തന്നെ. വത്തിക്കാൻ 1 ലിമോസിൻ മാർപ്പാപ്പമാർക്കായുള്ള അത്യാഡംബര വാഹനമാണ്. ആ വാഹനത്തിലാണ് സാധാരണ മാർപ്പാപ്പമാർ അവിടെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലും അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങൾ സഞ്ചരിക്കാറുള്ളത്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സാധാരണ ഫിയറ്റ് കാറിൽ യാത്ര ചെയ്ത് തനിക്ക് ഇത്തരത്തിൽ ദൈവികമായ വസ്ത്രങ്ങൾ തച്ച് തരുന്നവരോട് പോലും നേരിട്ട് എത്തി അവരുമായി സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പ. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിരവധി വ്യത്യസ്തതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തിയതും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കത്തോലിക്ക സഭയുടെ ഇടയനായി ലോകത്തിൻ്റെ മുഴുവൻ ആദരം അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ 38 ദിവസം നീണ്ട ആശുപത്രിവാസം, അതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാക്കിയത്. കടുത്ത ന്യൂമോണിയ അദ്ദേഹത്തിന് ബാധിച്ചു. ഇരു ശ്വാസകോശങ്ങളും തകരാറിലായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഏറെ നാൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ആശുപത്രി വിട്ട ശേഷവും